ചാണകത്തിൽ നിന്ന് പെയിന്റ് ഉണ്ടാക്കാൻ പറ്റുന്ന നിങ്ങൾ വിശ്വസിക്കോ? എങ്കിൽ വിശ്വസിച്ചേ പറ്റുള്ളൂ. നമ്മൾ ക്ഷീര കർഷകരിൽ നിന്ന് ഈ ചാണകം നമ്മൾ കൊണ്ടുവന്നിട്ട് നേരിട്ട് കളക്ട് ചെയ്തിട്ട് അത് നമ്മളിവിടെ ആദ്യം എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് വൃത്തിയാക്കി എടുക്കും. വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഈ ചാണകം നമ്മൾ ഒരു പഗ് മിക്സർ എന്ന് പറഞ്ഞൊരു മെഷീനുണ്ട്. ആ മെഷീനിൽ നമ്മൾ ഇതിന് ഒരു 100 കിലോ ചാണകമാണെങ്കിൽ 100 ലിറ്റർ വെള്ളം കൂടി ചേർത്തിട്ട് അത് ആദ്യം മിക്സാക്കി എടുക്കുന്നു. ഈ മിക്സാക്കി എടുത്ത ചാണകത്തിനെ നമ്മൾ ഒരു അരിപ്പ് വെച്ചിട്ട് ഫിൽട്ടർ ചെയ്തിട്ട് അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടെങ്കിൽ പുല്ലിൻ്റെ ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ ഫിൽട്ടർ ചെയ്തെടുത്ത് അതിന് ശേഷം അത് റീഫൈനറിൽ വെച്ചിട്ട് ട്രിപ്പിൾ റിഫൈനർ എന്ന് പറഞ്ഞൊരു മെഷീൻ ഉണ്ട്. അതിൽ വെച്ച് റിഫൈൻ ചെയ്തിട്ട് അത് ശുദ്ധമാക്കി എടുക്കുകയാണ്. ഈ റിഫൈൻ ചെയ്തെടുത്ത ഈ ചാണകത്തിനെ പിന്നീട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലീച്ച് ചെയ്തെടുക്കും. ബ്ലീച്ച് ചെയ്തെടുക്കുമ്പോൾ ഇതിൻ്റെ അഴുക്കൊക്കെ പോയി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കളർ തന്നെ മാറി അതൊരു വൈറ്റ് കളറിലേക്ക് വരും. ആ ചാണകം അത് ആ പുറത്ത് കിട്ടുന്ന സാധനം CMC എന്ന് പറയും. അതാണ് നമ്മൾ പെയിൻറ്റിൽ ഉപയോഗിക്കുന്ന ഇത്. അപ്പോൾ ഈ ചാണകത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. വെച്ചാൽ ആൻറ്റി ബാക്ടീരിയലാണ്, ആൻറ്റി ഫംഗൽ അങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ ഉണ്ട്. ചാണകത്തിൽ നിന്ന് ഉണ്ടാക്കുന്ന പെയിൻ്റ് എന്ന് പറയുമ്പോൾ പലർക്കും ഡൗട്ട് ഉണ്ടാവും ഇതിൽ ചാണകത്തിൻ്റെ സ്മെല്ലില്ലെന്ന്. ചാണകത്തെ നമ്മൾ ഫിൽട്ടർ ചെയ്ത് ബ്ലീച്ച് ചെയ്തെടുക്കുന്നതുകൊണ്ട് തന്നെ അതിന് യാതൊരു മണമില്ല. കാരണം ഈ ചാണകത്തിൽ നിന്ന് ഉണ്ടാക്കുന്ന ഈ ചാണകം നമുക്ക് പ്രോസസ് എടുക്കാൻ വേണ്ടി തന്നെ ഏകദേശം 30 മണിക്കൂറോളം ടൈം എടുക്കുന്നുണ്ട്. ഒരു 3 ദിവസത്തേക്കുള്ള ചാണകമാണ് നമ്മൾ ഒരു അറ്റ് എ ടൈമിൽ നമ്മൾ ചെയ്തെടുക്കുന്നത്. ചാണകത്തിൽ നിന്ന് പെയിന്റ് ഉണ്ടാക്കാൻ പറ്റുന്ന നിങ്ങൾ വിശ്വസിക്കോ? എങ്കിൽ വിശ്വസിച്ചേ പറ്റുള്ളൂ. നമ്മളെന്നുള്ളത് വയനാട്ടിലെ തവിഞ്ഞൽ ഗ്രാമപഞ്ചായത്തിലെ അമ്പലക്കൊല്ലി എന്ന സ്ഥലത്താണ്. ഇവിടെ ചാണകത്തിൽ നിന്നും പെയിന്റ് ഉണ്ടാക്കുന്ന ഒരു പുതിയ സംരംഭവുമായി 2 അളിയന്മാർ എത്തിയിട്ടുണ്ട്, സുനിൽ രാജും റിഗിൽ രാജും. നമുക്ക് അവരോട് തന്നെ അവരുടെ വിശേഷങ്ങളൊന്ന് ചോദിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ അളിയന്മാര് റിജിൽ രാജും സുനിൽ രാജും. അപ്പോൾ ഇവരുടെ മനസ്സിൽ എങ്ങനെയാണ് ഇങ്ങനൊരു ആശയം വന്നത്? ചാണകം എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, അതുകൊണ്ട് ഒരുപാട് ഉപകാരങ്ങളുണ്ട്. വളമാണ്, നമുക്കെല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്, പണ്ട് കാലത്തൊക്കെ നമ്മൾ യൂസ് ചെയ്ത സാധനങ്ങളാണ്. പക്ഷെ അതിൽ നിന്നും എങ്ങനെയാണ് പെയിന്റ് എന്നൊരാശയം അല്ലേ? പെയിന്റ് എന്ന് പറയുമ്പോൾ ഇതിന്റെ കളർ തന്നെ മാറ്റമാണ് അല്ലേ? എങ്ങനെയാണ് നമുക്ക് ഇങ്ങനെ ഒരു കോൺസെപ്റ്റിലേക്ക് എത്തിയത്? നമുക്ക് ഇവരോട് തന്നെ ചോദിച്ചു നോക്കാം. ആരാണ് ഈ ആശയം പുതുതായിട്ട് ആദ്യമായി ഇവരിൽ നിന്ന് കൊണ്ടുവന്നതെന്ന് നമുക്ക് ചോദിച്ചു നോക്കാം. സോ എങ്ങനെയായിരുന്നു ഈ ആശയത്തിന്റെ ഉത്ഭവം? ഞാൻ ഒരു കോർപ്പറേറ്റ് കമ്പനിയിൽ ഒരു ബാങ്കിൽ വർക്ക് ചെയ്തിരുന്ന ആളാണ്. സുനിലേട്ടനാണ് ടെക്നിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്തിരുന്ന ആളാണ്. അപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്കും ഞങ്ങളുടേതായ പ്രഷേഴ്സ്, ടൈം ഞങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ വരിക, അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഇതിൻ്റെ ഇടയിൽ കൂടെ ഞങ്ങൾ വളരെ നല്ല രീതിയിൽ കൃഷി കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ആളാണ്. ഇഞ്ചി, വാഴ, അങ്ങനെ പല കൃഷികൾ. ലാസ്റ്റ് ഞങ്ങളൊരു വാഴ കൃഷി നല്ല രീതിക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിനകത്ത് കുറച്ച് കാറ്റടിച്ചിട്ട് കണ്ടമാനം വാഴ നഷ്ടം വന്നു ഞങ്ങൾക്ക്. അപ്പോൾ ഈ കൃഷി ഞങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നത് വലിയ ഒരു ബുദ്ധിമുട്ടായി, മീൻസ് ലാഭകരമായിട്ട് ഞങ്ങൾക്ക് തോന്നിയില്ല. അപ്പോൾ വേറെ എന്തെങ്കിലും നല്ലൊരു സംരംഭത്തെക്കുറിച്ച് ഞങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ ഓർഗാനിക് ആയിട്ട് വളം എങ്ങനെ ഉണ്ടാക്കാമെന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം ഇതിൽ പച്ച ചാണകം എങ്ങനെ സംസ്കരിക്കാമെന്നതിനെക്കുറിച്ച് സ്റ്റഡി സുനിലേട്ടൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇങ്ങനെയൊരു ഐഡിയാസ്, മീൻസ് ഒരു വീഡിയോ കാണാൻ ഇടവരികയും അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ച് ഈ ഒരു മേഖലയിലേക്ക് ഞങ്ങൾ എത്തപ്പെടുകയും ചെയ്തത്. ഓക്കെ, ഇപ്പൊ കേരളത്തിന് പുറത്തുള്ള വീഡിയോസ് ആണോ കണ്ടത്? കേരളത്തിനുള്ളിൽ നിങ്ങളാണ് ആദ്യമായിട്ട്? അതെ, ആള് അത്യാവശ്യം എല്ലാ ഭാഷയിലുള്ള വീഡിയോസും ആള് കാണലുണ്ട്. അങ്ങനെ അതായത് ഒരു കാര്യത്തെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് ആൾക്ക് ഭയങ്കര ക്യൂരിയോസിറ്റിയാണ്. ഇപ്പൊ ആള് തെലുങ്ക്, കന്നഡ, അങ്ങനെ എല്ലാ ചാനലിലും അതായത് എല്ലാ ഭാഷകളിലുള്ള വീഡിയോസും കണ്ടിട്ട് കൂടുതലായിട്ട് അറിയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ടെക്നിക്കൽ സൈഡ് വളരെ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യുന്നത് സുനിലേട്ടനാണ്. നമ്മുടെ പ്രൊഡക്ഷൻ സൈഡാണ് സുനിലേട്ടൻ മെയിനായിട്ട് ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആശയം കൊണ്ടുവന്നത് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് തന്നെയാണ്. പുറത്തുള്ള വീഡിയോസ് കണ്ടിട്ടല്ലേ? അതെ. കേരളത്തിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ആശയം കൊണ്ടുവന്നത് നിങ്ങളാണ്. ഒരുപാട് മെറ്റീരിയൽസ് നിന്ന് നമ്മളിങ്ങനെ പെയിന്റ് ഉണ്ടാക്കുന്നത് കേട്ടിട്ടുണ്ട്, എക്സാമ്പിൾ പൂവൊക്കെ. അപ്പൊ എങ്ങനെയാണ് ഈ ചാണകം എന്ന് പറയുന്ന ആ ഒരു ഐറ്റത്തിൽ നിന്ന് ഇങ്ങനെ ഒരു പെയിന്റ് ഉണ്ടാക്കാന്ന് തോന്നിയത്? അതായത് ഞങ്ങൾ റിഗിൽ പറഞ്ഞതുപോലെ ഞങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കൃഷിയൊക്കെ നഷ്ടമായിരിക്കുന്ന സമയത്ത് ഞങ്ങൾ ഒരു ജൈവവള യൂണിറ്റിനെ കുറിച്ചാണ് ആദ്യം ചിന്തിച്ചത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് ധാരാളമായിട്ട് കിട്ടുന്നത് എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ മഴക്കാലമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഈ പശുവിന് കൃഷി ചെയ്യുന്ന ക്ഷീര കർഷകരുടെ ഈ ചാണകക്കുഴിയിൽ നിന്നും വെള്ളം മഴ പെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഈ വെള്ളം അതിൻ്റെ തൊലിച്ചിറങ്ങി അത് ഓവർഫ്ലോ ചെയ്ത് നമ്മൾ റോഡിലൂടെയൊക്കെ ഇങ്ങനെ പോകുന്നതാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചാണകം വെച്ചാൽ പണ്ട് ഉപയോഗിക്കുന്ന പോലെ അങ്ങനെ അധികം കൃഷിയിൽ അങ്ങനെ ഉപയോഗിക്കുന്നില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത് കോഴിവളം അങ്ങനെയുള്ള സംഭവങ്ങളും നമ്മളെ എന്തുവളാണ് രാസവളങ്ങൾ അതൊക്കെ വന്നുകൊണ്ട് തന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചാണകം അങ്ങനെ അധികം ഉപയോഗിക്കാതായി. അപ്പോൾ അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് വീടുകളിൽ ചാണകം അങ്ങനെ കെട്ടിക്കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ചാണകത്തിൽ നിന്ന് നമുക്ക് ഇഷ്ടംപോലെ സുലഭമായിട്ട് കിട്ടുന്ന ഒരു സാധനമായതുകൊണ്ട് അതിൻ്റെ അകത്ത് നിന്ന് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഒരു ധാരണയിലൂടെയാണ് നമ്മൾ ഈ ജൈവവളത്തിൻ്റെ ഒരു കാര്യത്തിലേക്ക് എത്തിയത്. പക്ഷേ അത് ഒരുപാട് ആളുകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലൊരു വ്യത്യസ്തതയില്ല. അങ്ങനെയാണ് ഞാൻ ഇതിനെക്കുറിച്ച് കുറേ പഠനങ്ങൾ ഇങ്ങനെ വീഡിയോസും അതും ഇതൊക്കെ ആയിട്ട് കുറേ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് അങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് പെയിൻറ്റ് ഉണ്ടാക്കാമെന്നുള്ളത്. അത് പെയിൻറ്റ് ഉണ്ടാക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും ധാരാളമായിട്ടുണ്ട്. ഏകദേശം 130ഓളം യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന് അന്നേരമാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. അപ്പോൾ ആ ഒരു യൂണിറ്റ് എന്തുകൊണ്ട് നമുക്ക് കേരളത്തിൽ ചെയ്തുകൂടാ എന്നുള്ള ഒരു ചിന്തയിൽ നിന്നാണ് ഇങ്ങനെയുള്ളൊരാശയം
ഉരുത്തിരിഞ്ഞു വന്നത്. അപ്പോൾ നമ്മൾ സാധാരണക്കാരായ ഇങ്ങനത്തെ ഈ ക്ഷീര കർഷകരുടെ അടുത്ത് നിന്ന് നമ്മളിങ്ങനെ ചാണകം നമ്മളിപ്പോൾ എന്താണെങ്കിലും അവർക്ക് പേയ്മെൻറ്റ് കൊടുത്തിട്ടായിരിക്കും നമ്മൾ മേടിക്കുന്നുണ്ടാകുക. അപ്പോൾ ഈ ഒരു റോ മെറ്റീരിയലിൻ്റെ ഈ ഒരു അവൈലബിലിറ്റി ഇവിടെയുള്ള നമ്മുടെ ലോക്കലായിട്ടുള്ള ആളുകൾക്ക് കുറച്ച് ഉപകാരമായിരിക്കും നമ്മുടെ ഈ ഒരു പുതിയ സംരംഭം കൊണ്ട്. നമ്മൾ മാത്രമല്ല കൂടെയുള്ള ആളുകൾക്കും ബിൽഡ് ചെയ്ത് വരാൻ പറ്റും. ഒപ്പം തന്നെ ഈ ഒരു കാര്യം ഈ റോ മെറ്റീരിയൽ നമ്മുടെ ഈ ഒരു ഇൻഡസ്ട്രിയിൽ എത്തിയിട്ട് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞുതരും? ഇത് നമ്മൾ ക്ഷീര കർഷകരിൽ നിന്ന് പിന്നെ ഈ ചാണകം നമ്മൾ കൊണ്ടുവന്നിട്ട് നേരിട്ട് കളക്ട് ചെയ്തിട്ട് അത് നമ്മളിവിടെ ആദ്യം പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് വൃത്തിയാക്കി എടുക്കും. വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഈ ചാണകം നമ്മൾ ഒരു പഗ് മിക്സർ എന്ന് പറഞ്ഞൊരു മെഷീനുണ്ട്. ആ മെഷീനിൽ നമ്മൾ ഇതിന് ഒരു 100 കിലോ ചാണകമാണെങ്കിൽ 100 ലിറ്റർ വെള്ളം കൂടി ചേർത്തിട്ട് അത് ആദ്യം മിക്സാക്കി എടുക്കുന്നു. ഈ മിക്സാക്കി എടുത്ത ചാണകത്തിനെ നമ്മൾ ഒരു അരിപ്പ് വെച്ചിട്ട് ഫിൽട്ടർ ചെയ്തിട്ട് അതിൻ്റെ അകത്ത് എന്തെങ്കിലും പിന്നെ ഇതൊക്കെ ഉണ്ടെങ്കിൽ പുല്ലിൻ്റെ ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ ഫിൽട്ടർ ചെയ്തെടുത്ത് അതിന് ശേഷം അത് റിഫൈനറിൽ വെച്ചിട്ട് ട്രിപ്പിൾ റിഫൈനർ എന്ന് പറഞ്ഞൊരു മെഷീൻ ഉണ്ട്. അതിൽ വെച്ച് റിഫൈൻ ചെയ്തിട്ട് അത് ശുദ്ധമാക്കി എടുക്കുകയാണ്. ഈ റിഫൈൻ ചെയ്തെടുത്ത ഈ ചാണകത്തിനെ പിന്നീട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലീച്ച് ചെയ്തെടുക്കും. ബ്ലീച്ച് ചെയ്തെടുക്കുമ്പോൾ ഇതിൻ്റെ അഴുക്കൊക്കെ പോയി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കളർ തന്നെ മാറി അതൊരു വൈറ്റ് കളറിലേക്ക് വരും. ആ ചാണകം അത് ആ പുറത്ത് കിട്ടുന്ന സാധനം CMC എന്ന് പറയും. അതാണ് നമ്മൾ പെയിൻറ്റിൽ ഉപയോഗിക്കുന്ന ഇത്. അപ്പോൾ ഈ ചാണകത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. എന്ന് വെച്ചാൽ ആൻറ്റി ബാക്ടീരിയലാണ്, ആൻറ്റി ഫംഗൽ അങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഗുണങ്ങളൊക്കെ നമ്മൾ ഈ പെയിൻറ്റിലും കൂടി വരുന്നതുകൊണ്ട് നമുക്ക് അതിൻ്റേതായ വ്യത്യാസങ്ങളുണ്ട്. ഒരു എക്കോ ഫ്രണ്ട്ലി പെയിൻ്റായിട്ട് മാറുകയാണ് ഇത് ചെയ്യുന്നത്. ഇവിടെ എൻട്രൻസിൽ തന്നെ ഫ്ലെക്സ് വെച്ചിട്ടുണ്ട് പ്രകൃതി പെയിന്റ് അല്ലേ. ഒപ്പം തന്നെ നമ്മുടെ ഈ ഒരു സംരംഭത്തിന്റെ പേര് SR നാച്ചുറൽ പെയിന്റ്സ്. അപ്പോൾ ഇത് രണ്ടും എങ്ങനെയാണെന്ന് കണക്ട് ചെയ്യാൻ പറ്റുക? പ്രകൃതിക് പെയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാരത സർക്കാർ അതായത് ഖാദി ഇന്ത്യ വികസിപ്പിച്ചെടുത്ത ചാണകത്തിൽ നിന്ന് ഉണ്ടാക്കുന്ന പെയിന്റാണ്. ഇതിൽ കേരളത്തിലെ ഫസ്റ്റ് യൂണിറ്റ്, ഭാരതത്തിലെ 134ാമത്തെ യൂണിറ്റ് ആണ് ഇവിടെ. ഇത് SR നാച്ചുറൽസ് ആണ് വിപണിയിലേക്ക് ഇറക്കുന്നത്, ഖാദി ഇന്ത്യ പ്രകൃതിക് പെയിന്റ്. മറ്റ് ബ്രാൻഡ് പെയിന്റുകളെ അപേക്ഷിച്ച് നമ്മുടെ ഈ SR നാച്ചുറൽ പെയിന്റ്സ് വ്യത്യസ്തമാക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ടാവും. ഓഫ്കോഴ്സ് നാച്ചുറൽ പ്രൊഡക്റ്റ് ആണ്, അതൊരു കാര്യമാണ്. എന്നാലും ഒരു കോമൺ ആളെ സംബന്ധിച്ച് നമ്മൾ ഇപ്പോൾ ഒരുപാട് പരസ്യങ്ങൾ കാണുന്നുണ്ടല്ലേ. അപ്പോൾ ആ പരസ്യങ്ങളനുസരിച്ച് നമ്മളിപ്പോൾ പൂപ്പലിനെ, പായലിനെ അതിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്ന ടൈപ്പ് ഓഫ് പെയിന്റുകൾ വിപണിയിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പെയിന്റ് എങ്ങനെയായിരിക്കും നമുക്ക് മാർക്കറ്റിൽ നിന്ന് പിടിച്ചു നിൽക്കാൻ പറ്റുക? എങ്ങനെയാണ് നമ്മൾ ബാക്കിയുള്ള പെയിന്റിനോട് കോമ്പീറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റുക? എന്തൊക്കെ പ്രത്യേകതകളാണുള്ളത്? നമ്മുടെ പെയിന്റ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വിലക്കുറവാണ്. മറ്റു പെയിന്റുകളെ അപേക്ഷിച്ച് വളരെ വില കുറച്ചിട്ടാണ് ഞങ്ങൾ ഈ പെയിന്റ് കൊടുക്കുന്നത്. ഇപ്പോൾ ചില പെയിന്റ് കമ്പനികൾ 15,000 20,000 വില ഇട്ടിട്ട് അത് പകുതിക്ക് കൊടുക്കാന്ന് പറഞ്ഞാൽ അത്തരത്തിലുള്ള തട്ടിപ്പ് പരിപാടികളൊന്നും ഞങ്ങളിവിടെ ചെയ്യുന്നില്ല. ഞങ്ങൾ ഇവിടെ MRP എത്രയാണ് ഇട്ടേക്കുന്നത് അതിനകത്തൊരു 10% കൂടെ കസ്റ്റമർക്ക് അഡീഷണൽ ഡിസ്കൗണ്ട് കൊടുത്തിട്ടാണ് ഞങ്ങൾ ഈ സാധനം വിപണിയിലേക്ക് ഇറക്കുന്നത്. ഇപ്പം നിലവിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല വിലയിലാണ് ഞങ്ങൾ ഹോം ഡെലിവറിയാണ് കസ്റ്റമർക്ക് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ മറ്റ് പെയിന്റുകളെ പോലെ ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടീസ്, ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് എല്ലാം നമ്മുടെ പെയിന്റിലും ഓർഗാനിക് ആയിട്ടുള്ള സാധനങ്ങൾ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. പിന്നെ എടുത്ത് പറയത്തക്ക പ്രത്യേകത മണമില്ല. നിങ്ങളിപ്പോൾ ഒരു ഫാക്ടറിയിൽ വന്നിട്ടുണ്ട്, പക്ഷേ മറ്റു പെയിന്റുകളെ അപേക്ഷിച്ച് യാതൊരുവിധ മണങ്ങളോ ഒന്നും നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നില്ല. ഇപ്പോൾ ചാണകത്തിൽ നിന്ന് ഉണ്ടാക്കുന്ന പെയിന്റ് എന്ന് പറഞ്ഞാൽ പലർക്കും ഡൗട്ട് ഉണ്ടാവും ഇതിന് ചാണകത്തിന്റെ സ്മെല്ലില്ലെന്ന്. ചാണകത്തെ നമ്മൾ ഫിൽട്ടർ ചെയ്ത് ബ്ലീച്ച് ചെയ്തെടുക്കുന്നതുകൊണ്ട് തന്നെ അതിന് യാതൊരു മണമില്ല. ഇവിടെ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് ഒരു സ്മെല്ലും ഇല്ലാത്ത സാധനങ്ങളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് മണം കുറയ്ക്കാൻ ഞങ്ങളിവിടെ കെമിക്കൽസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. അങ്ങനെ ഇന്ന് വിപണിയിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല പെയിന്റാണ് ഞങ്ങൾ വില കുറച്ചിറക്കി വിടുന്നതും ഓർഗാനിക്കലി. മറ്റ് പെയിന്റുകളെ പോലെ എത്ര കോട്ടിംഗ് ആണ് നമുക്ക് ഈ പെയിന്റ് അടിക്കേണ്ടത്? അതോ ജനറൽ പെയിന്റ് പോലെ തന്നെയുള്ള കോട്ടിംഗ് ആണോ അടിക്കേണ്ടത്? അതെല്ലാം സാധാരണ ജനറൽ പെയിന്റ് പോലെ തന്നെയാണ് വരുന്നത്. എന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ള ഗുണങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ മണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് പ്രത്യേക കെമിക്കലുകളൊന്നും ഉപയോഗിക്കുന്നില്ല. പിന്നെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ ഇതിൻ്റെ അത് എക്സ്ട്രാ വരുന്നുണ്ട്. അങ്ങനെയുള്ള ചില വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. മറ്റുള്ള പെയിന്റിൻ്റെ അതേ ഗുണവും പിന്നെ അതുപോലുള്ള കാര്യങ്ങളെല്ലാം ഇതിനും അടങ്ങിയിട്ടുണ്ട്. ആദ്യം നമ്മുടെ ഉണ്ടായിരുന്ന ഒരു ജോലി നമ്മൾ ക്വിറ്റ് ചെയ്തിട്ടാണ് പുതിയൊരു സംരംഭം, അതും കേരളത്തിൽ ആദ്യമായിട്ട്, ഇന്ത്യയിലുണ്ടെങ്കിലും കേരളത്തിൽ ആദ്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാണ്. അപ്പോൾ വീട്ടുകാരുടെ ഒരു സപ്പോർട്ട്, നാട്ടുകാരുടെ ഭാഗത്തുള്ള സപ്പോർട്ട്, ഒപ്പം തന്നെ കുറേ പേരുണ്ടാവില്ലേ പിന്നോട്ട് വലിക്കാനും. അപ്പോൾ എല്ലാവരും ഇതിനെ എങ്ങനെ ഒന്ന് നോക്കി കണ്ടു? ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് പറയോ? അതായത് നീണ്ട 11 വർഷത്തെ ബാങ്കിങ് ജോലിയാണ് ഞാൻ ഈ ഒരു സംരംഭത്തിന് വേണ്ടിയിട്ട് ഒഴിവാക്കിയത്. ഇപ്പോൾ പുറമേ നിന്ന് നോക്കുമ്പോൾ എല്ലാവർക്കും ബാങ്ക് ജോലി എന്നുള്ളത് ഒരു വലിയൊരു പദവിയിലിരിക്കുന്നത് തുല്യമായിട്ട് എല്ലാവരും കാണുന്നത്. പക്ഷേ വർക്ക് ചെയ്ത് എന്നെ സംബന്ധിച്ച് അതൊരു പ്രഷർ ബോംബാണ്. ഇപ്പം നമ്മൾ സമയം എന്നുള്ള സാധനം ബാങ്കിന് വേണ്ടിയിട്ട് 24 മണിക്കൂറും ബാങ്കിന് വേണ്ടിയിടുന്ന രീതിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആളാണ് ഞാൻ. ഇപ്പോൾ വെളുപ്പിന് വീട്ടിൽ നിന്ന് പോവുകയും പാതിരാത്രി വീട്ടിൽ തിരിച്ചു കയറി വരികയും ചെയ്യുന്ന അവസ്ഥയായിരുന്നു എൻ്റെ ഉണ്ടായിരുന്നത്. അപ്പോൾ എങ്ങനെയെങ്കിലും അവിടുന്ന് മാറി സ്വയം ഒരു സംരംഭകനാകുക, മറ്റുള്ള ഒരു 1-2 പേർക്ക് ജോലി കൊടുക്കുക, അതായിരുന്നു ഞങ്ങളുടെ ഒരു പാഷൻ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മേഖലയിലേക്ക് ഞങ്ങൾ എത്തപ്പെട്ടത്. ഇതല്ലെങ്കിൽ വേറെ സംരംഭം, അപ്പോൾ ഏതെങ്കിലും ഒരു മേഖലയിൽ എത്തിപ്പെടുന്ന വലിയൊരു ആഗ്രഹമായിരുന്നു. അപ്പം ഇതിലായിരുന്നു ഞങ്ങൾക്ക് വിധി. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇതിനകത്തേക്ക് എത്തപ്പെട്ടു. ഓക്കെ, അപ്പം നാട്ടുകാരുടെ ഭാഗത്തുനിന്നുള്ള റെസ്പോൺസ് എങ്ങനെയായിരുന്നു? ഒരുപാട് പേർക്ക് ഇപ്പോൾ ജോലി കൊടുക്കാൻ സാധിച്ചില്ല ഇങ്ങനെ ഒരു സംരംഭം കൊണ്ട്, ഈ ഒരു പ്രദേശത്തെങ്കിലും ഒരുപാട് പേർക്ക്? അതെ, ഈ പ്രദേശത്ത് ഉള്ള ആൾക്കാർക്ക് തന്നെയാണ് നമ്മൾ മുൻഗണന കൊടുത്തിരിക്കുന്നത്. ഇവിടെയുള്ള ആൾക്കാർ തന്നെയാണ് ഈ ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്ന ആൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ നാട്ടുകാരുടെ എല്ലാവരും സപ്പോർട്ടും ഉണ്ട്. ഇപ്പോൾ ജോലി കൊടുത്തില്ലെങ്കിൽ കൂടിയും നാട്ടുകാർ വളരെ നല്ല രീതിയിൽ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവർ നമ്മളെ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്.
ഓക്കെ, വീടുകളിലേക്കൊക്കെ അതെ അതെ, അവരവരുടെ ബന്ധു വീടുകളിലേക്കും ഫ്രണ്ട്സിലേക്കൊക്കെ നല്ല രീതിക്ക് റെക്കമെൻഡ് ചെയ്തിട്ട് ഞങ്ങൾക്ക് ബിസിനസ് തരുന്നുണ്ട്. ആരെങ്കിലും പിന്നോട്ട് വലിച്ചോ ഈ ഒരു സംരംഭം? ഇത് ഈ ചാണകത്തിൽ നിന്നുള്ളൊരു സംഭവമാണല്ലോ, അപ്പൊ അതുകൊണ്ട് ഇത് എങ്ങനെ നടക്കുക? അത് നിന്നെ കൊണ്ട് പല രീതി നമ്മളിപ്പോൾ എന്തൊരു സംരംഭമായിട്ട് മുന്നോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ അതിൽ നെഗറ്റീവ് പോസിറ്റീവ് അത് രണ്ട് രീതിയിലുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ള എല്ലാ വെല്ലുവിളികളും ഞങ്ങൾക്ക് നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ അതെല്ലാം ഓവർകം ചെയ്തിട്ടാണ് നമ്മളൊരു സംരംഭകൻ എന്ന നിലയിലേക്ക് വരുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ വിലയൊന്ന് നമുക്ക് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും. ഇപ്പം ഞങ്ങളുടെ പെയിന്റിന്റെ ഏറ്റവും വില കൂടിയ വില നമുക്ക് ഇന്ത്യൻ ലെമൽഷനും എക്സ്റ്റീരിയർ ലെമൽഷനുമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വില കൂടി ഞങ്ങൾ കൊടുക്കുന്നത്. അതിനകത്ത് എക്സ്റ്റീരിയർ ലെമൽഷൻ ഞങ്ങൾക്ക് 5,900 ഞങ്ങളുടെ MRP വരുന്നത്. അതിനകത്ത് കസ്റ്റമർക്ക് 10% തൊട്ട് 15% വരെ കസ്റ്റമർക്ക് ഡിസ്കൗണ്ട് കൊടുത്ത് ഹോം ഡെലിവറിയാണ് ഞങ്ങളിപ്പോൾ ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ ഈ വീഡിയോ കാണുന്ന നമ്മുടെ ഈ പ്രേക്ഷകർക്ക് ആർക്കെങ്കിലും ഇതൊന്ന് വാങ്ങണം എന്നുണ്ടാകും. ഇപ്പം ഈ ഒരു ഏരിയയിലുള്ള ആളുകൾക്കായിരിക്കും നമ്മൾ ചിലപ്പോൾ സപ്ലൈ ചെയ്യുന്നുണ്ടാകുക. അല്ലാതെ കേരളത്തിൽ ഉള്ള ഏത് ജില്ലയിലാണെങ്കിലും ഇങ്ങനെ ഒന്ന് നമുക്ക് ഹോം ഡെലിവറി എങ്ങനെയായിരിക്കും പോസിബിൾ ആയിട്ടുണ്ടാവുക? കേരളത്തിൽ എല്ലായിടത്തും ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ കോട്ടയത്തടക്കം ഞങ്ങൾ പെയിന്റ് ഇവിടുന്ന് പെയിന്റ് ഞങ്ങൾ കോട്ടയം വീട്ടുവാതിൽ കൊണ്ടുവച്ചിട്ടാണ് ഞങ്ങൾ വരുന്നത്. അപ്പോൾ കേരളത്തിൽ എവിടെയാണെങ്കിലും ഞങ്ങൾ ഹോം ഡെലിവറി ചെയ്ത് കൊടുക്കും. അത് ഈ വിലയിൽ 1 രൂപ പോലും കൂടുതലില്ലാണ്ട് ഇതേ വിലയ്ക്ക് തന്നെയാണ്. അത് ഒരു മിനിമം ഒരു 50 ലിറ്റർ എങ്കിലും ഓർഡർ എടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഞങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഞങ്ങൾ 50 ലിറ്റർ ആണെങ്കിലും ഞങ്ങൾ വീട്ടുപടിക്കൽ എത്തിച്ചു കൊടുക്കും. അപ്പോൾ ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ഇൻസ്റ്റയിൽ വീഡിയോ കാണുന്ന ഏതെങ്കിലുമൊക്കെ കസ്റ്റമേഴ്സിന് ഇത് ആവശ്യമുണ്ട്. അപ്പോൾ അവർക്ക് എങ്ങനെയായിരിക്കും നമ്മളെ ഒന്ന് ആക്സസ് ചെയ്യാൻ പറ്റുക? നമ്പറാണോ വെബ്സൈറ്റ് ആണോ? ഞങ്ങൾക്ക് വെബ്സൈറ്റ് ഉണ്ട്, നമ്മുടെ വാട്സാപ്പ് നമ്പർ ഉണ്ട്, നമ്മുടെ കോൺടാക്ട് നമ്പേഴ്സ് ഉണ്ട്. ഇതിനകത്ത് ഏത് വഴി, ഇനി ഫേസ്ബുക്ക് വഴിയാണല്ലോ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഏത് വഴി കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ അപ്പോൾ തന്നെ റെസ്പോണ്ട് ചെയ്യുകയും എത്രയും പെട്ടെന്ന്, ഞങ്ങൾക്ക് പരിമിതികളുണ്ട് ഓർഡർ എത്തിച്ചു വരുന്നതിന്, കാരണം ഓർഡർ ഞങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അപ്പം എത്രയും പെട്ടെന്ന് അവർക്ക് ഞങ്ങൾ സാധനം എത്തിച്ചു കൊടുക്കും. ഓക്കെ, അപ്പോൾ ഇത്ര ദിവസം മുന്നേ ഓർഡർ എടുക്കണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഞങ്ങളുടെ ഒരു സ്റ്റോക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പിറ്റേ ദിവസം ഞങ്ങൾ ഡെലിവറി ചെയ്ത് കൊടുക്കും. മീൻസ് ഞങ്ങൾ ഓടി എത്തുന്നതിന്റെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ അവിടെ വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു യൂണിറ്റിൽ ഒരു ദിവസം എത്രയാണ് നമ്മുടെ ഒരു മാക്സിമം പ്രൊഡക്ഷൻ? എത്ര ലേബേഴ്സിനെ യൂസ് ചെയ്തിട്ട് വേണം നമുക്ക് ആ ഒരു പ്രൊഡക്ഷനിലേക്ക് എത്താൻ? ഞങ്ങൾക്ക് ഇപ്പം ഞങ്ങളുടെ കപ്പാസിറ്റി 500 ലിറ്റർ, ഞങ്ങൾ 500 ലിറ്റർ വെച്ചേ അടിക്കുന്നുള്ളൂ. 3 ലേബേഴ്സിനെയാണ് നമ്മൾ ഇപ്പം നിലവിൽ ഇതിന് വേണ്ടിയിട്ട് വച്ചേക്കുന്നത്. കാരണം ഈ ചാണകത്തിൽ ഉണ്ടാക്കുന്ന ഈ ചാണകം നമുക്ക് പ്രോസസ് എടുക്കാൻ വേണ്ടി തന്നെ ഏകദേശം 30 മണിക്കൂറോളം ടൈം എടുക്കുന്നുണ്ട്. ഒരു 3 ദിവസത്തേക്കുള്ള ചാണകമാണ് നമ്മൾ ഒരു അറ്റ് എ ടൈമിൽ നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ പറയുന്ന 500 ലിറ്ററിലേക്ക് ഞങ്ങളിപ്പോൾ ലിമിറ്റ് ചെയ്തേക്കാണ്. പക്ഷേ നെക്സ്റ്റ് ഒരു 15 ദിവസം കൊണ്ട് ഞങ്ങൾ 1000 ലിറ്ററിലേക്ക് ഞങ്ങൾ മാറ്റുന്നുണ്ട്. അതെ, അങ്ങനെ തന്നെയാണല്ലോ വേണ്ടത്. ഓരോ ഡേ ബൈ ഡേ നമ്മൾ പ്രൊഡക്ഷൻ കൂട്ടിക്കൊണ്ടേ ഇരിക്കണം. അപ്പം നമ്മുടെ ഓഡിയൻസിന്റെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് നമുക്ക് ഇനിയും പ്രൊഡക്ഷൻ കൂടട്ടെ. തീർച്ചയായിട്ടും എല്ലാവരും വീട് പെയിന്റ് ചെയ്യുന്ന കാര്യങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യുക. നമ്മൾ എത്രയും പെട്ടെന്ന്, അതായത് കസ്റ്റമർക്ക് പെയിന്റ് ആവശ്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ എത്രയും പെട്ടെന്ന് എത്തിച്ചു കൊടുക്കും. ഇനി പെയിന്റിനെ കുറിച്ച് അറിയാനാണെങ്കിലും ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ മതി, ഞങ്ങൾ ഡീറ്റെയിൽ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാം. ഇനിയും മുന്നോട്ട് സംരംഭങ്ങൾ വരട്ടെ എന്നാണ് നിങ്ങൾ? തീർച്ചയായിട്ടും സംരംഭകർ വരട്ടെ. കാരണം ഇപ്പോൾ സന്തോഷ് കുളങ്ങര സാറിന്റെ പോലെയുള്ള ആൾക്കാരുടെ വീഡിയോസ്, പല സംരംഭകരുടെ വീഡിയോസ് കാണുമ്പോൾ എല്ലാവരും പറഞ്ഞ സംരംഭകർ വരണം. സംരംഭകർ വന്നാൽ മാത്രമേ നമ്മുടെ കേരളം വളരൂ, നമ്മുടെ നാട് വളരൂ. ഇപ്പം ഞങ്ങൾ തന്നെ വളരെ കുറച്ച് ആൾക്കാർക്കാണെങ്കിൽ ജോലി കൊടുക്കുമ്പോൾ അത് അവരുടെ വീട്ടിൽ, അത് ഈ നാട്ടിലേക്കാണ് ആ പൈസ എത്തുന്നത്, ഒരു കോർപ്പറേറ്റ് കമ്പനിയിലേക്കല്ല പോകുന്നത്. അത് നമ്മുടെ നാട്ടിലെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. സോ ഞങ്ങളെപ്പോലുള്ള സംരംഭകർ, പെയിന്റ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഇൻഡസ്ട്രീസിൽ സംരംഭകർ ഇൻവെസ്റ്റ്മെന്റ് വന്നാൽ മാത്രമേ നമ്മുടെ നാടിന് വളരാൻ പറ്റൂ, നമുക്കും വളരാൻ പറ്റുള്ളൂ. അതെ, ചാണകം അപ്പോൾ ഒരു നിസ്സാരക്കാരനല്ല അല്ലേ? ചാണകം എന്ന് കേൾക്കുമ്പോൾ മുഖം ചുളിക്കുന്ന നമ്മൾ എല്ലാവർക്കും ഇതൊരു പുതിയ അനുഭവമാണ്. അപ്പോൾ ഇതുപോലുള്ള ചാണകം മാത്രമല്ല, ഇതുപോലുള്ള ഒരുപാട് ഐഡിയാസ് നമ്മുടെ സംരംഭകർ ഇനിയും വരട്ടെ, ഇനിയും ഉണ്ടാവട്ടെ. ഇതൊരു പ്രചോദനമായിക്കൊണ്ട് തന്നെ അടുത്ത ഒരുപാട് യുവാക്കൾ ഇനിയും ഇങ്ങനത്തെ പുതിയ പുതിയ സംരംഭങ്ങളിലേക്ക് ഇറങ്ങട്ടെ. നമുക്ക് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരാം. സോ താങ്ക് യു ചേട്ടാ. താങ്ക് യു.